ഇതിന്റെ തൊട്ടടുത്തൂടെ ഇവിടെ ഒരു ചെറിയ ഈ ഭാഗത്തേക്കൊക്കെ വീടിന്റെ ഭാഗത്തേക്കൊക്കെ കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ റോഡും കൂടി ഉണ്ട്. അവിടെ മുൻവശത്ത് മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോർഡൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഭാഗത്തുള്ള ഈ ഒരു വരെ കഴിഞ്ഞിട്ടുണ്ട് ക്രഷ് ബാരിയറിന്റെ പെയിന്റിങ്. ഇനി ഈ കാണുന്ന ക്രഷ് ബാരിയറുകൾ എടുത്തു മാറ്റാനും മുകളില് കൈവരികളൊക്കെ വെക്കാനുള്ളൂ. കോഴിക്കോട് ബൈപ്പാസിലാണ് മലാപ്പറമ്പ് ഭാഗത്ത് സർവീസ് റോഡിന്റെ ഭാഗത്തൊക്കെ വർക്ക് നടന്നിരുന്നു. അതിന്റെ പുതിയൊരു അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലാപ്പറമ്പ് ഭാഗത്ത് സർവീസ് റോഡിന്റെ ഭാഗത്ത് വർക്ക് തീരാത്തത് കൊണ്ട് നമുക്ക് കാണാം ആ ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങളൊക്കെ ക്രോസ് ചെയ്യുന്ന വാർത്തകളൊക്കെ നമ്മൾ കേട്ടിരുന്നു. ഞാൻ തന്നെ കാണിച്ചിരുന്നത്. അതിപ്പോഴും അതുപോലെ തന്നെയാണ്, മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇവിടെ കോൺക്രീറ്റ് വാളാണ് വന്നിട്ടുള്ളത്. സോയിൽ ലൈനിങ് ആദ്യം ചെയ്തിരുന്നത്. അതിനുശേഷം വീണ്ടും അവര് നല്ല മാറ്റം വരുത്തിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള കട്ടിയുള്ള രീതിയിൽ കോൺക്രീറ്റ് ചെയ്ത് ഇപ്പോൾ ഉയർത്തി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ ക്രാഷ് ബാരിയറിന്റെ വർക്കുകളൊക്കെ വരാനുണ്ട്. ആ വർക്കിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും തുടക്കങ്ങളൊക്കെയാണ് കാണുന്നത്. ഇനി ഈ ഭാഗത്തൊക്കെ ഇനി ഇങ്ങനെ കോൺക്രീറ്റ് വാൾ വരാനുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള വർക്കൊന്നും ചെയ്തിട്ടില്ല. അവിടെയൊക്കെ മണ്ണ് ലെവൽ ചെയ്ത് ഇങ്ങനെ ഫില്ലാക്കി വെച്ചിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ എന്തു പറ്റിയെന്ന് അറിയില്ല. ആദ്യം അവരുടെ ഒന്നുകൂടെ വ്യക്തമായിട്ട് കാണാൻ പറ്റിയൊരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് മലാപ്പറമ്പ് ജംഗ്ഷൻ. അവിടെ കാണാൻ നമുക്ക് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസ് ചെയ്യുന്ന ഭാഗം. അണ്ടർപാസിന്റെ മുകളിലൂടെ ഇങ്ങോട്ട് തിരിച്ചാൽ ഞാൻ ഈ ഭാഗത്തേക്കാണ് സോയിലിങ്ങിന്റെ വർക്കുകളൊക്കെ, കോൺക്രീറ്റ് വാളിന്റെ വർക്കുകളൊക്കെ നടന്നിരുന്നത്. അപ്പോൾ അവിടെയാണ് നമുക്ക് പോകാനുള്ളത്. ആ ഭാഗങ്ങളിലൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നേരത്തെ ഈ സർവീസ് റോഡിലൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാഹനങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുവഴി വാഹനങ്ങളൊക്കെ പോകുന്നത് കാണുന്നുണ്ട്. പ്ലാനിങ്ങിൽ സോയിൽ ലൈനിങ് ആയിരുന്നു, പിന്നീട് അവർ വീണ്ടും മാറ്റി. ഇങ്ങനെയൊക്കെയാണ്. കുറേ എഞ്ചിനീയർമാരുണ്ട്. ആദ്യം ഒരു വർക്ക് ചെയ്യും, പിന്നെ അത് പൊളിക്കും വീണ്ടും. അതാണ് നമ്മൾ മാഹി ബൈപ്പാസിലൊക്കെ കണ്ടത്. നേരത്തെ സിഗ്നലൊക്കെ കൊടുത്തിരുന്നു. സിഗ്നൽ പിന്നെ ഒഴിവാക്കി അണ്ടർപാസിന്റെ നിർമ്മാണം നടത്തി. ഇപ്പൊ ഇതാ കാണുന്ന ഇവിടെ സോയിൽ ലൈനിങ് ചെയ്ത ഭാഗത്ത് അതൊക്കെ പൊട്ടിച്ചെടുത്ത് ഇപ്പോൾ വീണ്ടും ഇവിടെ കോൺക്രീറ്റ് വാള് ചെയ്യുന്നുണ്ട്. അപ്പൊ സർവീസ് റോഡ് ആ ഭാഗത്ത് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ആ ഭാഗത്തൂടെ വാഹനങ്ങൾ പോകുന്ന ചെറിയൊരു ഗ്യാപ്പിലൂടെ വാഹനങ്ങൾ പോകുന്നത് കാണാം നമുക്ക്. അപ്പൊ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം ആ ഭാഗത്ത് എങ്ങനെയാണെന്ന്. അപ്പോൾ ഇവിടെയുള്ള റോഡിലെ മണ്ണൊക്കെ നീക്കി കഴിഞ്ഞു. ഇവിടെ വൃത്തിയായിട്ടുണ്ട്. ഇനിയും കുറേ ഭാഗത്തൊക്കെ ഇങ്ങനെ JCB ഉപയോഗിച്ച് ക്ലിയർ ചെയ്തതുകൊണ്ട് ഇവിടെയൊക്കെ റോഡൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായതിൻ്റെ ആ ഫിനിഷിംഗ് ഒക്കെ പോയിട്ടുണ്ട്. കാണാം നമുക്ക് ഈ ഭാഗത്തൊക്കെ കുഴികളായിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ മണ്ണും ചെളിയൊക്കെ ആയിട്ട് കിടക്കുകയാണ്. ഇനി ഇത് വൃത്തിയാക്കി എടുക്കുമോന്ന് അറിയില്ല കേട്ടോ. ഇതൊക്കെ വെള്ളം അടിച്ച് ക്ലിയർ ചെയ്യാനൊക്കെ പറ്റും. ഇതിന് മുകളിൽ ഒരു പ്രാവശ്യം കൂടി ടാറിങ് ഒക്കെ ചെയ്താൽ നല്ല വൃത്തിയാവും. ഇപ്പോൾ ഇവിടെ ലൈൻ മാർക്കിംഗ് ഒക്കെ ചെയ്തതൊക്കെ പോയിട്ടുണ്ട്. ഇതാണ് വർക്ക് കംപ്ലീറ്റ് ആവാതെ റോഡ് ടാറിങ് ചെയ്യും, അതുപോലെ തുറന്നു കൊടുക്കുകയൊക്കെ ചെയ്താൽ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഇതുപോലെയൊക്കെ വീണ്ടും ചെയ്ത ഭാഗത്ത് വീണ്ടും ഇങ്ങനെ ടാറിങ് ഒക്കെ ചെയ്യേണ്ടി വരും. കൊളപ്പുറം ഭാഗത്ത് ഇപ്പോൾ മറ്റേ കൂരിയാട് വർക്ക് നടക്കുന്നതുകൊണ്ട് അവിടെ ഇതുപോലെയുള്ള റോട്ടിലാണ് ഗർഡറിന്റെ നിർമ്മാണങ്ങളൊക്കെ നടന്നിരുന്നത്. അതുകൊണ്ട് അവിടെയും ചെറിയ ഇതുപോലെ വീണ്ടും ടാറിങ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ കാണാം നമുക്ക് സർവീസ് റോഡിന്റെ വർക്ക് കഴിഞ്ഞ് ഇതിൽ ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനിത് കണ്ടിട്ടില്ലായിരുന്നു, ഞാനിപ്പോഴാണ് കാണുന്നത്. അപ്പൊ ഇവിടെ മുകൾ വശത്തൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്ന വർക്കുകൾ ഇനിയും നടക്കാനുണ്ട്. കണ്ടില്ലേ, അവിടെ ക്രാഷ് ബാരിയറിന്റെ വർക്കാണ് നടക്കുന്നത്. അടിപൊളിയായിട്ട് ടാറിങ് കഴിഞ്ഞതുകൊണ്ട് വാഹനങ്ങൾ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സൈഡിൽ ഇങ്ങനെ ക്രാഷ് ബാരിയർ വെച്ചിട്ടുണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അവിടെ വർക്ക് നടക്കുന്നതുകൊണ്ട് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നതുകൊണ്ട് ഇവിടെ ഒരു ഹമ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം മലാപ്പറമ്പ് ജംഗ്ഷനിൽ ഇനി ഇതുവഴി ഇങ്ങനെ വാഹനങ്ങൾ കടന്നു പോകാം. അധികം വൈകാതെ തന്നെ അവിടെയുള്ള ഭാഗം ബ്ലോക്ക് ചെയ്യുമെന്നാ തോന്നുന്നത്. ഇതുപോലുള്ള ഒരു വർക്കാണ് മലപ്പുറം വട്ടപ്പാറ ഭാഗത്തും ആളുകൾ പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ വലിയ കോൺക്രീറ്റ് വാൾ കൊടുക്കുക, സർവീസ് റോഡ്, ഇതുപോലെ ഒരു ചെറിയൊരു സർവീസ് റോഡ് കിട്ടുകയാണെങ്കിലും വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇപ്പോൾ വളാഞ്ചേരി ഭാഗങ്ങളിലേക്കൊക്കെ കടന്നു പോകാൻ വലിയ ബ്ലോക്കാണ്.
ഓപ്പോസിറ്റ് റോങ് സൈഡ് ആയിട്ടാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് അണ്ടർപാസിന്റെ ഉള്ളിലൂടെ. അപ്പൊ അവിടെ വലിയ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോഴും ഒരു വർക്ക് തീരാത്തോണ്ട് ഇങ്ങനെ വർക്ക് തീരാതെ കിടക്കുകയാണ്. എന്താണെന്ന് അറിയില്ല, എന്നാണ് ഇനി അവിടുത്തെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കാന്ന് അറിയില്ല. അപ്പൊ ഇവിടെ ഡ്രൈനേജ് ഒക്കെ വർക്ക് നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങോട്ട് കുറച്ച് താഴോട്ട് വരുമ്പോൾ ഇവിടെ സ്ട്രൈറ്റ് ആയിട്ടാണ് ഇവിടെ വാള് വന്നിട്ടുള്ളത്. അങ്ങോട്ട് ആ ഭാഗത്തൊക്കെ കുറഞ്ഞ് ചെരിച്ച് അങ്ങോട്ടാണ് ഉള്ളിലേക്ക് ചെരിച്ച് വെച്ചിട്ടാണ് വർക്ക് തീർത്തിട്ടുള്ളത്. അപ്പോൾ വളരെ വേഗത്തിൽ വർക്ക് തീർത്തിട്ടുണ്ട്. ഇവിടെ ഈ കാണാൻ നമുക്ക് പെയിന്റിങ് വരെ കഴിഞ്ഞിട്ടുണ്ട്. ക്രഷ് ബാരിയറിന് പെയിന്റിങ്. ഇനി ഈ കാണുന്ന ക്രഷ് ബാരിയറുകൾ എടുത്തു മാറ്റാനും മുകളിൽ കൈവരികളൊക്കെ വെക്കാനുള്ളൂ. ഈ വാളിന് പെയിന്റ് ചെയ്യാനുള്ള പെയിന്റ് ബക്കറ്റ് ഒക്കെ ഇവിടെ ഒരു ചെറുതായിട്ട് ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും പെയിന്റിങ് ഒക്കെ വരാനുണ്ട്. ഇവിടെ മണ്ണാണ് കൂടുതൽ, ചളിയൊക്കെ ആയി കിടക്കണേ. അതൊക്കെ വൃത്തിയാക്കുക കാര്യം. അപ്പോൾ നമുക്ക് ആ ജംഗ്ഷനും കൂടെ നോക്കിയിട്ട് നിർത്താം. മറ്റൊരു കാര്യം, എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഇത് 2 ലൈനാണോ സിംഗിൾ ലൈനാണോ എന്ന്. കണ്ടാൽ തന്നെ നമുക്കൊരു സംശയം തോന്നും. കുറച്ച് ഭാഗം സ്ലാബാണ്, കുറച്ച് ഭാഗം ടാറിങ് കഴിഞ്ഞ ഒരു ഭാഗമാണ്. ഇത് ഡബിൾ ആയിട്ടുള്ള റോഡാണെന്നാണ് NHA ഒക്കെ പറയുന്നത്. പക്ഷേ നമുക്ക് ഒരു വൃത്തിയില്ലാത്ത പോലെ തോന്നും. പകുതി ഭാഗം ഇങ്ങനെ കോൺക്രീറ്റ് സ്ലാബും അതുപോലെ കുറേ ഭാഗം ഇങ്ങനെ ടാറിങ് ഒക്കെ ചെയ്തത്. ഇങ്ങനെ മലപ്പുറം ജില്ലേന്റെ ഭാഗത്തൊക്കെ കുറേ ഭാഗത്ത് ഇങ്ങനെ തന്നെയാണ്, എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ചിലത് ഭാഗത്തൊക്കെ ഇങ്ങനെ പൊങ്ങി കിടക്കുകയാണ് സ്ലാബുകൾ. അതുകൊണ്ടൊക്കെ ആളുകൾക്ക് അതിന്റെ മുകളിലൂടെ വാഹനം ഓടിക്കാൻ കുറച്ച് മടിയാണ്. അപ്പോൾ ആളുകൾ ഈ സൈഡിലൂടെ തന്നെ പോവുക. എന്നിട്ട് ഈ സൈഡിൽ പോകുന്ന വാഹനങ്ങളൊക്കെ റോങ് സൈഡ് വരുന്ന വാഹനങ്ങളൊക്കെയാണ് ഇത് പോയി വരുന്നത്. 1 വേ ആണ് മലപ്പുറം ജില്ലയിലെ ഭാഗത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആളുകൾ റോങ് സൈഡായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ജംഗ്ഷന്റെ ഭാഗത്ത് ഇനി ക്രഷ് ബാരിയർ വെക്കാനുള്ള സമയമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞു തുടങ്ങി. അവിടെയാണ് സെൻട്രൽ ക്രാഷ് ബാരിയർ വരാണ്ട്, ഇവിടെ അടച്ച് ക്രാഷ് ബാരിയർ വരാണ്ട്. ഇതാണ് നമ്മുടെ സർവീസ് റോഡ്. ഇപ്പോൾ ഇതിന്റെ തൊട്ടടുത്തൂടെ ഇവിടെ ഒരു ചെറിയ ഈ ഭാഗത്തേക്കൊക്കെ വീടിന്റെ ഭാഗത്തേക്കൊക്കെ കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ റോഡും കൂടി ഉണ്ട്. അവിടെ മുൻവശത്ത് മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോർഡൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തുള്ള ഈ ഒരു റോഡും ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതും ഇവർ തന്നെ ചെയ്തു കൊടുത്താണെന്ന് തോന്നുന്നത്. അവിടെ കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം. ഇതാണ് മുകൾ വശത്തു നിന്നുള്ള ഒരു കാഴ്ച. ഈ ഭാഗത്തൊക്കെ ഇനി മണ്ണ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യാന്ന് അറിയില്ല. ഇവിടെ ഇങ്ങനെ വൃത്തിയാക്കി കഴിഞ്ഞാൽ മണ്ണൊക്കെ അങ്ങോട്ട് റോട്ടിലേക്ക് പോകാൻ സാധ്യത ഉണ്ട്. കണ്ടില്ല, ജംഗ്ഷനിൽ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടക്കുന്നുണ്ട്. അത് ആ റോട്ടിൽ നിന്ന് വരുന്ന ഇങ്ങോട്ട്. അപ്പോൾ വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ ഇവിടെ ക്രോസ് ചെയ്യുന്ന വാഹനത്തെ പിടിച്ചു നിർത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഇതുപോലുള്ള ബസ്സുകൾ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് വാഹനങ്ങൾ ക്രോസ് ചെയ്യാം. വലിയൊരു അപകടങ്ങൾ ഉണ്ടാവാനുള്ളൊരു ജംഗ്ഷനും കൂടെയാണ്. അത് കുറച്ചും കൂടെ സമയം ഉണ്ടാവുള്ളൂ. അത് പെട്ടെന്ന് നിർത്തുമെന്നാണ് തോന്നുന്നത്. വർക്കുകൾ നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവഴിയൊക്കെ ഇനി സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പഞ്ചായത്ത് റോഡ് ടാർ ചെയ്തിട്ടുണ്ട്. പഞ്ചായത്ത് റോഡ് തന്നെയാണ്. അപ്പോൾ അവിടെയാണ് ക്രഷ് ബാരിയറിന്റെ നിർമ്മാണം ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ മലാപ്പറമ്പിലുള്ള പുതിയൊരു അപ്ഡേറ്റ്. അപ്പോൾ നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വെയിൽ കൊണ്ടാണ്, നല്ല കിതപ്പുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.